സത്യധർമ്മതി സദ്ഗുണങ്ങളും ജീവിതം ധന്യമാണ്. ഈ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലി ചെയ്യുവാനും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കുന്നു എന്ന് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ അലുമിനി അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഏതാണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ ഈ കലാലയത്തിനുള്ള ഈ വിദ്യാലയത്തിനുള്ള ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ടാണ്. NSS സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ധന്യമായ ഒരു മുഹൂർത്തമാണ് ഇതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം 1974 ആരംഭിച്ച ഈ വിദ്യാലയം മഞ്ചേരിയിലെ വളരെയധികം വലിയൊരു ഹെറിറ്റേജുള്ള ഒരു വിദ്യാലയമാണ് എന്നുള്ളത് നിസ്തർക്കമായ ഒരു കാര്യമാണ്. For 50 years this school has completed. 2024 എന്ന് പറയുന്നത് ഈ സ്കൂളിൻ്റെ ഒരു ഗോൾഡൻ ജൂബിലി വർഷമാണ്. അതാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞു പോയത്. അപ്പോൾ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഒരു പരിസമാപ്തിയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ആനുവൽ ഡേ സെലിബ്രേഷനോടുകൂടി പരിസമാപ്തി കുറിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാൻ. കഴിഞ്ഞ വർഷം നമ്മൾ അലുമിനിയുടെ ഒരു ചാപ്റ്റർ ഇവിടെ ഉണ്ടാക്കി. അലുമിനി ഒരു ശക്തമായ ഒരു ചാപ്റ്ററായിരുന്നു, ഒരു അസോസിയേഷനാണ് ഉണ്ടായത്. ഡോക്ടർ രാമകൃഷ്ണൻ്റെയും മിഥുൻ്റെയും നേതൃത്വത്തിൽ വളരെയധികം നല്ലൊരു പ്രവർത്തനം അലുമിനിക്ക് നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ അത് NSS സ്കൂളിന് ഒരു വലിയ ഒരു എനർജിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളതെന്ന് പറയാൻ ഈ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. That gives a lot of confidence and a lot of limelight for our activities in the coming future. I especially take this opportunity to thank Midun and Ramakrishnan for their endeavor in this matter. അതേമാതിരി തന്നെ നമ്മൾ NSS മാനേജ്മെൻറ്റ് സെക്രട്ടറി പുതുതായിട്ട് വന്ന ആളാണെങ്കിലും നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധാലുവാണ്, പല കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. അതേപോലെ PTA കമ്മിറ്റി ഈസ് ഓൾസോ സ്ട്രോങ്. അപ്പം പല തീരുമാനങ്ങളും ഞങ്ങൾ കഴിഞ്ഞ തവണ PTA മീറ്റിങ്ങിൽ എടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് കൺവെയൻസ് ഫെസിലിറ്റീസ് എല്ലാം. അപ്പോൾ അതിനെല്ലാം കാര്യമായ സഹായ സഹകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ അവസരത്തിൽ ഇവിടുത്തെ രക്ഷിതാക്കൾ, ഇവിടുത്തെ അധ്യാപകർ, ഇവരെല്ലാം വിദ്യാർത്ഥികൾ, അവരെയെല്ലാം ഞാൻ അകമഴിഞ്ഞ് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ കലാമേളകളിലും സ്പോർട്സ് ഐറ്റത്തിലെല്ലാം അവർ വളരെ നല്ല പ്രകടനങ്ങളാണ് കാണിച്ചു വച്ചിട്ടുള്ളത്. ഒരു സ്കൂൾ യുവജനോത്സവത്തിൽ തിരുവനന്തപുരം പോയി അവർ 1ാം സ്ഥാനം കഴിഞ്ഞ വർഷം നേടുകയുണ്ടായി. എല്ലാം അവരുടെ ആത്മാർത്ഥമായ പരിശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ. ടീച്ചർമാരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അവരെയെല്ലാം അകമഴിഞ്ഞ് അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വരും വർഷങ്ങളിൽ ഈ വിദ്യാലയത്തിനുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുവാനുമാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. സമയത്തിൻ്റെ പരിമിതിയുണ്ട്. പോലീസുകാർ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ പത്തരക്ക് തന്നെ നിർത്തണമെന്നുള്ളത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ നടത്താൻ. വിദ്യാർത്ഥി കുട്ടികളാണെങ്കിൽ അവിടെ മേക്കപ്പൊക്കെ ചെയ്ത് ചാടാനും പാടാനും തയ്യാറായിട്ടിരിക്കുകയാണ്. അവരുടെ രക്ഷിതാക്കൾ തുറന്ന കണ്ണും നല്ല മനസ്സുമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് ഇത് തുടങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഈ വിദ്യാലയത്തിന് എല്ലാ ഭാവുകങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു വാർഷികാഘോഷം ഇവിടെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം. NSS ഹൈസ്കൂള് മുമ്പ് കാലത്ത് ഇംഗ്ലീഷ് മീഡിയം സാധാരണ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലൊക്കെ വരുന്നതിന് മുമ്പ് കേരള സിലബസിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാനുള്ള ഒരു ഉപാധിയായിരുന്നു മഞ്ചേരി NSS സ്കൂൾ എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികൾ ഇത്തരത്തിലിവിടെ പഠിച്ചു പോവുകയുണ്ടായി. ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് മറ്റ് സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം കൂടി വരാൻ തുടങ്ങിയിട്ടുള്ളത്. സ്റ്റേറ്റ് സിലബസ് പ്രകാരം ഇംഗ്ലീഷ് മീഡിയം മറ്റ് സ്കൂളുകളിലും
ആരംഭിച്ചതിന് ശേഷമാണ് കുറച്ച് കുട്ടികൾ ഇവിടെ കുറഞ്ഞു വന്നത് എങ്കിലും വളരെ ചിട്ടയോടുകൂടി നല്ല സ്വഭാവത്തിലും അച്ചടക്കത്തിലുമുള്ള ഒരുപാട് കുട്ടികളെ വാർത്തെടുക്കാൻ ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മഞ്ചേരി ഉപജില്ലയെ സംബന്ധിച്ചിടത്തോളം മഞ്ചേരി ഉപജില്ല കലാമേള വരികയാണെങ്കിൽ അതിലെ ഒരു സ്റ്റേജ് എപ്പോഴും ഈ NSS സ്കൂൾ തന്നെയായിരിക്കും. അത് മഞ്ചേരി ബോയ്സ് നമ്മൾ വെന്യൂ ആയിട്ട് എടുത്താലും ഗേൾസ് വെന്യൂ ആയിട്ട് എടുത്താലും ഈ NSS സ്കൂളിൻ്റെ കോമ്പൗണ്ട് ഒരു വെന്യൂ ആയിട്ട് നമ്മൾ സ്ഥിരം ആവശ്യപ്പെടാറുമുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി അത് ഞങ്ങൾക്ക് അനുവദിച്ച് തരാറുമുണ്ട്. Chief guest of the day, AEO Sunita Ma'am, Principal Sri Saji Kumar, Taluk Secretary of NSS Mr. Srijit, Karayagam Secretary and Convener of Spiritual Society of NSS Mr. Harish, PTA President our own Raviadan, dear parents and students. I belong to the first batch of the school. I wrote my SLC in 1980. Of course, we didn't have a center here. We had to take the exams in Girls High School. And from what it was in 1980 is a great development. We have this building. We had tiled the buildings here. It has all been changed and a new building is in place. We have a moderately good courtyard to conduct this program. These things are great. And I am really proud and privileged to be here in front of you as the President of Alumni Association of this great institution. I should concede that this institution has helped me mold my career and become a doctor and practice in Mancheri. And I wish all students great success and a great future for the institution. Have a very enjoyable evening. Thank you. Thank you, sir. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ രാമകൃഷ്ണൻ സാർ അടക്കമുള്ള അലുമിനി പ്രവർത്തകരെ അവരുടെ അലുമിനി പ്രോഗ്രാമുകളിൽ നിന്നും മിച്ചം വെച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊരു ചെറിയ തുകയല്ല വലിയ തുക തന്നെയാണ്, ഏതാണ്ട് 1.25 ലക്ഷത്തിനടുത്ത് വരുന്ന ഒരു തുക PTA-ക്ക് കൈമാറിയിട്ടുണ്ട്. അതിനെ മുതൽ ധനമായിട്ട് എടുത്തുകൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും പരിശ്രമവും കൂടി കൂട്ടിച്ചേർത്താൽ നമുക്ക് എല്ലാവരും ഒത്തുപിടിച്ച് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും ഈ സ്കൂളിനെ സ്നേഹിക്കുന്ന നല്ലവരായ നാട്ടുകാരും ഇവിടുത്തെ സമീപ പ്രദേശത്ത് ഞാനടക്കമുള്ള കരയോഗത്തിൻ്റെ പ്രവർത്തകരും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂളിന് ഒരു വാഹനം എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാകുമെന്നുള്ള ഉറപ്പുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും ഈ പറയുന്ന ഈ മഞ്ചേരി കുന്നെല്ലാം കയറി ഇറങ്ങി തെച്ചിയും പിച്ചിയും എല്ലാം നുള്ളി മാങ്ങയുടെ രുചി അറിഞ്ഞ് എറിഞ്ഞു തള്ളയിട്ട മാങ്ങയുടെ രുചി അറിഞ്ഞ് ഒരു പുളി എടുത്തു കടിച്ച് അതിൻ്റെ ആ പുളിരസം നുകർന്ന് നമ്മുടെ ഈ ദേവാലയത്തിലെത്തിയ പല രക്ഷകർത്താക്കളും ഇവിടെ ഇരിപ്പുണ്ട്. അവിടെയാണ് ഇന്ന് വാഹനത്തിൽ ഇവിടെ എത്തുമ്പോൾ എന്തു സുഖമാണ് കിട്ടുക എന്നറിയില്ല. പ്രിയപ്പെട്ട മക്കളെ, നിശബ്ദരായി നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞു പോവുകയാണ്. ഈ സമയം വളരെ സന്തോഷത്തോടെ കൈയടിച്ച് നിങ്ങൾ ആഹ്ലാദിച്ച് പോവുക. കാരണം നിങ്ങളൊന്നും ഒരു കാര്യവും അനുഭവിക്കാതെ വന്ന് കണ്ട് കേട്ടു പോകുന്നവരാണ്. അത് മാത്രം ഓർമ്മയിരിക്കണം. കാരണം ധാരാളം കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പറയുക കൊച്ചങ്ങയാണ്, ഇവിടെ മച്ചിങ്ങ എന്ന് പറയും അല്ലേ, തെങ്ങിൻ്റെ. അതുകൊണ്ട് വണ്ടിയുണ്ടാക്കി കളിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് 10-30 രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക് വണ്ടിയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറി. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച്, എൻ്റെ നാട്ടിലെ ഒരു കവി പാടിയ ഒരു കാര്യമുണ്ട്. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. കേട്ടിട്ടുണ്ടോ? മുരുകൻ കാട്ടാക്കട എന്ന് പറയും. കന്നഡ പോലെ പ്രശസ്തമായ കവിതകൾ എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു വരികളുണ്ട്. നന്മകൾക്ക്
നിറം കെടുന്ന കാലമാണ്, ഒന്നും അറിയില്ല. പകരം തിന്മകൾ നിങ്ങളുടെ കയ്യിലേക്ക് വർണ്ണ കൂടാരത്തിലാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഒന്നറിഞ്ഞുകൊണ്ട് പരസ്പരം കൂട്ടുകാരെ അറിഞ്ഞ് ഇന്നിവിടെ ആഹ്ലാദിച്ച് സന്തോഷിച്ച് കഴിയുമെങ്കിൽ ഉച്ചത്തിലൊന്ന് കൂകി നല്ല കുട്ടികളായി നിങ്ങൾ മാറാൻ ഈ ആനിവേഴ്സറിക്കും നിങ്ങളുടെ ഈ വാർഷികത്തിനും തിരൂർ താലൂക്ക് NSS യൂണിയൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാട്ടും പാടി നടന്നല്ലോ കാട്ടിലെ മുട്ടൻ മാവിന്റെ ചോട്ടിലുറങ്ങിപ്പോയല്ലോ. ആവയിൽ പോയപ്പോൾ അവനെ കണ്ടു കുറുക്കച്ചൻ. അപ്പോൾ തന്നെ കൊതിയോടെ പൂജ കഴിഞ്ഞുവല്ലോ കണ്ണ കളി തീർന്നുവല്ലോ. കളിവിളക്കണഞ്ഞു ദീപങ്ങൾ മിഴിപൂട്ടി ഓമന കണ്ണാ ഉറങ്ങേണ്ടേ. പൂജ കഴിഞ്ഞുവല്ലോ കണ്ണ കളി തീർന്നുവല്ലോ. പുലരിയിലൊരു കളിയോടം മഴയുടെ മൃദുരവമേളം തളിരില തഴുകും ഒരീണം നിലയുടെ നറുമണലോരം പഴയ പഴയ പെരുമ പുലരും കിരണഗിരിയിലുരുളും ഇരുളും പതിയെ മറയും മകളെ പൊരുളിലറിയ പങ്കീരു കുലമേ ഇനിയുണരൂ കളമൊഴി രാമവീതി സുന്ദരം ഗജവീരം തിരയാട്ടം പഞ്ചാരി മേളദോഷം തരിവളകൾ കളമൊഴികൾ കഴിനീളെ നാദമേളം കഥപാടി കളിയാടി ചിരി തൂകി നിന്നു മുന്നിൽ അമ്പിളിക്കരയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പ
अंधे और तुमने ये किया? सॉरी सर। अरे बहुत सॉरी। 3 हफ्ते पहले किसी औरत का ब्राउ दर्द है और 2 दिन पहले किसी कस्टमर का वो क्या है पायजामा, हाँ वही, और ये सीधा सूट। इतनी बड़ी तरक्की। थैंक यू सर। अरे क्या थैंक यू, कभी सॉरी कभी तो नहीं। आपने कहीं पहुंचना है, कुछ बनना है तो मेहनत करो, मेहनत ना कि मेरा मुंह मरता हो तुम समझे? इडियट इडियट तू है। काय का मेहनत पैसे तो मैं यूं ही बनाऊंगा शॉर्टकट तरीकों से। അതിർപ്പത്തിൻ പുതുകുടമാ ആഹാ ഭംഗീഷ കൊതിപ്പുത്ത പുതുപുതുമാ അതിർപ്പത്തിൻ പുതുകുടമാ ഭംഗീഷ കൊതിപ്പുത്ത പുതുപുതുമാ സ്നേഹമോ പ്രേമമോ ഈടിലാ നിയമോ പേരിലാ നയമോ
തീരാലൊക്കെ കെടുത്താളമ്മ അരിയായും പ്രിയായും ഭൂതം തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. പിന്നെ ഭൂതം എന്താ ചെയ്തേ? പൊന്നും മണികളും കിഴികെട്ടി തന്നിടാ പൊന്നാരക്കുട്ടനേ. வாழ்க போலிகையே சுதிச்சுள்ளொரு பாட்டு ഉരുക്കളെ വന്നിച്ച് എടുത്ത് തുടിക്കോല ആനന്ദത്തോടെ हुस्न तेरा तौबा 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 आओ ले लिया कुड़ी ने दिल सादा हाले थोड़ा साफ जानी लगदा है राता मुत्त बाली लंबी नहीं रखी है मुट्टे यार ने हक दिखदा परांदा नहीं
ਟਿੱਗਰ ਤੋਂ ਲੱਗਦੀ ਲਕੀਨੋ ਇੱਕ ਵਾਰੀ ਦੱਸ ਦੋ ਜੀ ਇਹਨੇ ਕਿਉਂ ਸ਼ਕੀਨੋ ਕੱਲ ਹੀ ਤੂੰ ਇਟਲੀ ਤੋਂ ਆਈ ਮਰ ਜਾਣੀ ਤੇ ਪਰਸ ਤੂੰ ਪੈਰਿਸ ਤੋਂ ਮੰਗਾਇਆ ਵੈਲੈਂਟੀਨੋ ਹਾਂ ਤੈਨੂੰ ਕਿਉਂ ਨਾ ਦਿਖਾ ਤੇਰੇ ਤੋਂ ਕੀ ਸਿੱਖਾਂ ਤੇਰੇ ਤੇ ਕੀ ਲਿਖਾ ਹੁਸਨ ਤੇਰਾ ਤੌਬਾ 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 ਸੋਹਣੀ ਨੀ ਅੱਖ ਤੇਰੀ ਥੀ ਫਾਇਰ ਅਗਰ ਆ ਦੇਖਦੀ ਨੀ ਏਦਾਂ ਤਾਂ ਸ਼ਰੀਫਾ ਇੱਥੇ ਕਹਿੰਦੀ ਤੂੰ ਮੱਚਦੀ ਸੀ ਤਾਂ ਹੀ ਦਿਲ ਕਰੇ ਲੰਡਨ ਤੇ ਪਾਰਟੀ ਆਈ ਵੀਜ਼ਾ ਸਾਡੇ ਲਈ ਫਰੀ ਨੀ ਪੋਰਾ ਲੱਗਦੀ ਆਈ ਜੀ ਸਟੋਰੀ ਤੋਂ ਤਾਂ